സഹനടനിൽ നിന്ന് നായകനിലേക്ക് വന്നപ്പോഴുള്ള ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? സഹനടനിൽ നിന്നും മെയിൻ റോളിലേക്ക് ചെല്ലുന്ന സമയത്ത് അത് ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. അതുവരെ നമ്മൾ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് നടന്ന സംഭവമായിരുന്നു. ഫസ്റ്റിൽ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ അത് പടം കഴിയുന്നവരെ എനിക്കിതൊരു മൂവി അത് മുന്നോട്ട് പോകുന്നു, അത് കംപ്ലീറ്റ് ആകുമെന്ന് വിചാരിച്ചില്ല. അങ്ങനത്തെ ഒരു കാരണം അങ്ങനത്തെ അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പല ആളുകളും ഇതേമാതിരി ഷൂട്ടിന് വിളിക്കുകയും പകുതി ആകുമ്പോൾ നിന്ന് പോവുകയും അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഇത് ഒരു പരിചയമില്ല, യാതൊരു ഇതുമില്ല. ഇങ്ങനെ ഒരു പടം കണ്ടപ്പം പിന്നെ നമ്മളുടെ ഹെലൻ എന്ന് പറഞ്ഞ പടം കണ്ടപ്പോഴുള്ള ആ ഒരു ഇതിനകത്ത് എന്നെ വിളിച്ചതായിരുന്നു. അപ്പോൾ എന്നോട് ഇങ്ങനെ കഥ പറഞ്ഞു, നിങ്ങൾ മെയിൻ സംഭവം ചെയ്യാനുള്ളതാണ്, അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇതേമാതിരി വിളിക്കുകയും പല പ്രാവശ്യം ഇങ്ങനെ പോവുകയും അതെല്ലാം തന്നെ പകുതി വഴിക്കാകുമ്പോൾ നിൽക്കുകയും ചെയ്യും. ഒന്നെങ്കിൽ സാമ്പത്തികം എന്തായിരിക്കും, അല്ലെങ്കിൽ വിചാരിച്ചമായിട്ടുള്ള കഥ മുന്നോട്ട് പോയില്ല, അങ്ങനെ പറഞ്ഞ പല രീതിയിൽ നിന്ന് പോകും. അപ്പം അങ്ങനത്തെ ഒരു വിളി എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പം അവിടെ പോകുന്നു. അത് കണ്ടപ്പോഴും ഏതാണ്ട് അങ്ങനെ തന്നെ തോന്നിയത്. കുറേ കുട്ടികൾ മാത്രം, പിന്നെ 1-2 വണ്ടികളും ഇതായിട്ടുള്ള ചെറിയ. അപ്പം ഞാൻ വിചാരിച്ചു മാക്സിമം ഒരു 3 ദിവസം കഴിഞ്ഞാൽ അവിടെ സംഭവം നിന്ന് പോകും വിചാരിച്ചാൽ. പക്ഷെ 3 ദിവസം കഴിഞ്ഞ് അവർ എന്ത് ചെയ്യുന്നത്, ഷൂട്ടിന് കണക്കായുള്ള പൈസ അവർ കറക്റ്റായിട്ട് എടുത്ത് വെക്കുകയും അത് കംപ്ലീറ്റ് ആക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള സംഭവമാണ്, ഇവർ സീരിയസ് ആയിട്ട് തന്നെ ചെയ്യുന്നുള്ളത്. പിന്നെയാണ് നമുക്ക് അതിൻ്റെ ഒരു അപ്പോൾ ആ സമയത്ത് തന്നെ എനിക്ക് നായിക നമ്മുടെ കൂടെ വരുന്ന പിന്നെ അഭിനയിക്കുന്ന അവർ എന്നോട് അതുവരെ പറഞ്ഞിരുന്ന അവരുടെ നാട്ടിലുള്ള ഏതോ ഒരു പിന്നെ വയസ്സായ സ്ത്രീ ഉണ്ട്, അവർ അപ്പച്ചിട്ടാ ജീവിക്കുന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഷൂട്ട് കഴിഞ്ഞിട്ട് ആദ്യത്തെ ദിവസം ഇത് കഴിഞ്ഞു. പിന്നെ അവരെ കൂടെ 2 ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അറിയുന്നത് ഇവർ ഇത്ര ഭീകരമായി സത്യം പറയുകയാണെങ്കിൽ. അപ്പോഴാണ് നമ്മളെ കയ്യും കാലും കുഴഞ്ഞു വരും സത്യം പറഞ്ഞത്. ഇത്രയും വലിയ ആളെ കൂടുതൽ നമ്മൾ അഭിനയിക്കുന്നതെന്നുള്ളത്. പിന്നെ ബാക്കിയെല്ലാവരും നമ്മളെക്കാട്ട് ഏജ് കുറഞ്ഞവരും പിന്നെ എല്ലാവരും പുതുമക്കാരും അതിനെ കൊണ്ട് അങ്ങനെ സുഖമായിട്ടും മുന്നോട്ട് പോയി. ഈ നാടകങ്ങളൊക്കെ സജീവമാണ്. എങ്ങനെയാണ് ഇപ്പോൾ ഡ്രാമയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്? അങ്ങനെ ഒരു ആക്ടിങ് സ്കിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത് എങ്ങനെയാണ്? അത് എനിക്ക് വളരെ ചെറുപ്പം മുതൽ അത് ഞങ്ങൾ കോഴിക്കോട് ഞങ്ങൾക്ക് പിന്നെ തിരുവാതിര എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. തിരുവാതിര എന്ന് പറഞ്ഞാൽ സ്ത്രീകളൊക്കെ ഉറക്കൊഴിയുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ആ രാത്രികളിൽ പിന്നെ നമ്മുടെ കോഴിക്കോടായ പ്രദേശത്തിലുള്ള പല ആളുകളും സ്ത്രീകളെ ഉറക്കൊഴിയാതിന് വേണ്ടിയിട്ട് പല വേഷങ്ങൾ കെട്ടിങ്ങാണ്ട് വീട് തോറും. ഇപ്പം അതുപോലെ ഇങ്ങനെ ഇല്ല. ആ കാലഘട്ടങ്ങൾ ഒരുപാടുണ്ടായി. അന്ന് നരിക്കളി, ഇതേമാതിരി പിന്നെ പൊറാട്ട് നാടകങ്ങൾ എന്ന് പറയാം. പൊറാട്ട് നാടകങ്ങൾ അപ്പോഴുള്ള ഒരു ഇൻസ്റ്റൻറ്റ് സംഭവങ്ങളാണ് വരിക. ആ സമയത്ത് എന്താണ് നടക്കുന്നതിനെ കുറിച്ച് ചെറിയൊരു പിന്നെ സ്കിറ്റുമതി സാധനങ്ങൾ വന്ന് കളിച്ചു പോയി. അപ്പം നമ്മളൊക്കെ വളരെ ചെറുപ്പത്തിൽ അതേമാതിരി തന്നെ മുഖത്ത് കരി വെച്ചിട്ട് വീട്ടിൻ്റെ അടുത്തുള്ള വീട്ടിൽ പോയിട്ട് ഇവിടെ ചാടി കളിക്കുക, അങ്ങനെ അന്ന് മുതലേ ഉണ്ടായിരുന്നു. പിന്നെയാണ് സ്കൂൾ ഇതിനകത്ത് പിന്നെ ചെന്ന സമയത്ത് സ്കൂളിലൊരു വേഷം കിട്ടുകയും ചെയ്യും ഡ്രാമയായിട്ട്. അതാദ്യം ഞാൻ തോന്നുന്നു കണ്ണൻ ചിരട്ട എന്ന് പറഞ്ഞൊരു നാടകമായിരുന്നു. അതിൻ്റെ അകത്തൊരു പെണ്ണായിട്ടാണ് ആദ്യമായിട്ട്. എനിക്ക് തോന്നുന്നൊരു 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലാണ് തോന്നുന്നുണ്ട്. അത്രത്തോളം പെണ്ണ സംഭവമായിരുന്നു. പിന്നെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊരു ലൈബ്രറി ഉണ്ടായിരുന്നു, സെൻഗുപ്ത ലൈബ്രറി എന്ന് പറഞ്ഞിട്ട്. ആ ലൈബ്രറിയിൽ ബാലവിഭാഗം എന്ന് പറഞ്ഞിട്ട് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ മാസാമാസം എല്ലാ വർഷവും അവർ ആനുവൽ കൊണ്ടാടും. അപ്പോൾ അതിനകത്ത് വലിയൊരു നാടകം ആ ലൈബ്രറിയിൽ ബന്ധപ്പെട്ട കാരണവന്മാരായ കുറേ ആളുകൾ വലിയ നാടകം എടുത്ത് ചെയ്യും. ചെറിയ നാടകങ്ങൾ, അരമണിക്കൂറിലെ ചെറിയ നാടകങ്ങൾ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയായിരുന്നു. ആ കാലത്ത് പിന്നെ എനിക്ക് കുസ്തി പഠിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയ കോമഡി സാധനങ്ങളായിരുന്നു. അങ്ങനെ അതിനകത്ത് ചെയ്തു തുടങ്ങി. അങ്ങനെയാണ് ഞാൻ കോഴിക്കോട് ടൗൺ ഹാളിൽ ആദ്യമായിട്ട് സ്റ്റേജ് കയറുന്നതും. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞപ്പം കോഴിക്കോട് നമ്മളെ നാട്ടിലെ പ്രദേശത്തുള്ള ഒരു ക്ലബ്ബിൽ മെമ്പറാണ്. അതായത് ലിറ്റിൽ സ്റ്റാർ സ്പോർട്സ് ആർട്സ്